ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ആനസദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മുടെ പ്ലസ് വൺ കൊമേഴ്സിൽ പഠിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ വീണ്ടും ഒന്ന് പഠിക്കുന്നുണ്ട് റിവ്യൂ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിലൂടെ. അത് മാത്രമല്ല അറേസ് ഉണ്ട്, ഫംഗ്ഷൻസ് ഉണ്ട്. ഈ 3 ചാപ്റ്റേഴ്സും സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ആണ്. അതിന്റെ കുറെ പ്രോബ്ലംസ് കാര്യങ്ങളാണ് ആ 3 ചാപ്റ്റേഴ്സിന് പഠിക്കുന്നത്. ഓക്കെ, എന്നാൽ തന്നെ നമുക്ക് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ്, ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള പല കൺഫ്യൂഷൻസും പല സ്റ്റുഡൻസും എന്നോട് ചോദിച്ചിട്ടുണ്ട്. മക്കളെ, എങ്ങനെ സോൾവ് ചെയ്യാം? അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയാണ്. കൺസിഡർ ദി ഫോളോയിങ് സി പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സി പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് സം ഈസ് ഇക്വൽ ടു 0, ഐ ഈസ് ഇക്വൽ ടു 1, വൈൽ ഐ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 10, സം ഈസ് ഇക്വൽ ടു സം പ്ലസ് ഐ. ഇതാട്ടോ ഐ പ്ലസ് പ്ലസ് സി ഔട്ട് ടു സം. മക്കളെ, ഇവിടെ 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞേക്കാണ്. ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദി എബോ കോഡ്, ഫൈൻഡ് ദി എലമെന്റ്സ് ഓഫ് ദി എബോ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്, ദെൻ റീറൈറ്റ് ദ എബോ കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. നമ്മുടെ ലൂപ്പിങ്ങിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ തന്നിരിക്കുന്നത്. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഈ ഒരു 3 രീതി ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതി വരാറുള്ളത്. അപ്പം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? മക്കളെ, അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്, ഇതിനകത്ത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ എല്ലാത്തിനും സിന്റാക്സ് അറിഞ്ഞിരിക്കണം. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് എൽസ് ഉണ്ട്, എൽസ് ഇഫ് ലാഡർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്. അതിന്റെ എല്ലാത്തിനും സിന്റാക്സ് പൊതുരൂപം. ഫോർ എക്സാമ്പിൾ, ഇഫ് എൽസിന്റെ സിന്റാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ബോഡി എന്താണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ഇതാണ് സിന്റാക്സ് എന്ന് പറഞ്ഞാൽ. സിന്റാക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊതുരൂപം. എങ്ങനെയാണ് ഇത് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ് പൊതുരൂപം അഥവാ സിന്റാക്സ് എന്ന് പറയാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് 1. ഓക്കെ, ആ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ ചാപ്റ്റർ ഫുള്ളായിട്ട് അതിന്റെ സിന്റാക്സുകളും അതിന്റെ എക്സാമ്പിൾസും പഠിച്ചങ്ങ് വെച്ചേക്കുക. കാരണം സിന്റാക്സുകളാണ് അതിനകത്ത് ആവശ്യം എന്ന് പറഞ്ഞു, അല്ല വേറെ ഒന്നുമല്ല. സിന്റാക്സ് ആണ് കേട്ടോ. സിന്റാക്സ് അറിയാൻ മാത്രമേ നമുക്ക് വലിയ വേറൊരു കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന്റെ ഔട്ട്പുട്ട് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റത്തുള്ളൂ അല്ലേ? യെസ്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനോട്ട് പോകാം. അപ്പൊ ഇത് ഏത് ലൂപ്പാണ്? വൈൽ ലൂപ്പാണ് അല്ലെ? യെസ്. അപ്പൊ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ വൈൽ ലൂപ്പ് അല്ലെ? യെസ്, വൈൽ ലൂപ്പ് വൈല് ഐ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 10, സം ഈസ് ഇക്വൽ ടു സം പ്ലസ് ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തേക്കുവാണ് അല്ലെ? ഇവിടെ നോക്കാം, സമ്മിന്റെ വാല്യൂ എന്തുമായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? 0 ആയിട്ട്. ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യിക്കുന്നു. നമുക്ക് നോക്കാം, ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ് മക്കളെ? ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണല്ലോ. 1 എത്രയേക്കാളും ചെറുതാണ് മക്കളെ? 1 10-നേക്കാളും ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണോ? 1 10-നേക്കാളും ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണ്. 1 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 10. 1 10-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ് മക്കളെ? 1 10-നേക്കാൾ ചെറുതാണ്, ഈക്വൽ അല്ല, ചെറുതാണല്ലോ. കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ സം ഈസ് ഇക്വൽ ടു സം പ്ലസ് ഐ 2. ഇപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എങ്ങോട്ട് വരും? കണ്ടീഷൻ നമ്മുടെ ഈ പറഞ്ഞ വൈലിന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്നതയോ, ഫോറിന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്നതയോ, ഡു വൈലിന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്നതയോ ഉള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് മസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഇതിനകത്തുള്ള ബോഡി ഓഫ് ദി ലൂപ്പ് മക്കളെയൊക്കെയാടാ, അതാണ്ട് ഇതിന് വൈലിന് തൊട്ട് താഴെ കിടക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് മക്കളെ. ബോഡി ഓഫ് ദി ലൂപ്പിന്റെ 2 സ്റ്റേറ്റ്മെന്റ്സുകളാണ്. ഓക്കെ, അപ്പൊ ബോഡി ഓഫ് ദി ലൂപ്പിന്റെ 2 സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഇത്. അപ്പൊ സം ഈസ് ഇക്വൽ ടു സം പ്ലസ് എന്ന് നമുക്ക് എങ്ങനെ വർക്കിംഗ് വരും മക്കളെ? സം ഈസ് ഇക്വൽ ടു സം പ്ലസ്. സമ്മിന്റെ വാല്യൂ എത്രയാണ്? സമ്മിന്റെ വാല്യൂ ആണെങ്കിൽ 0. സമ്മിന്റെ വാല്യൂ 0 പ്ലസ് ഐയുടെ വാല്യൂ എത്ര? നമുക്ക് ഐയുടെ വാല്യൂ ഇനിഷ്യലി എത്രയാണ്? 1. 0 പ്ലസ് 1 1. 0 പ്ലസ് 1 1. ഓക്കെ, ഇപ്പോൾ സമ്മിന്റെ വാല്യൂ എത്ര നമുക്ക്? 1 ആണ്. ദെൻ ഐ പ്ലസ് പ്ലസ് എന്നാണ്. ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐ ഇസ് ഇക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ എത്ര മക്കളെ? 1 പ്ലസ് 1 എത്ര മക്കളെ? 2. ഐയുടെ വാല്യൂ എത്ര? ഐയുടെ വാല്യൂ 2 ആയി. ഐയുടെ വാല്യൂ 2 ആയല്ലോ. 2 ആയെങ്കിൽ വീണ്ടും എങ്ങോട്ട് പോകും? വീണ്ടും താണ്ട കണ്ടീഷനിലോട്ട് വരും. നമ്മൾ കഴിഞ്ഞ വരെ ഫ്ലോ ചാർട്ട് ഒക്കെ പഠിച്ചാണല്ലേ? ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. നമ്മുടെ ഈ പറഞ്ഞ ബോഡി ഓഫ് ദി ലൂപ്പ് വീണ്ടും എങ്ങോട്ടാണ് കൺട്രോൾ പോകുന്നത്? കണ്ടീഷനിലോട്ടാണ് കൺട്രോൾ പോകുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ കണ്ടീഷനിലോട്ട് കൺട്രോൾ പോയി. എന്നിട്ടാണെങ്കിൽ ഇവിടെ നോക്കാം, ഐയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? ഐയുടെ വാല്യൂ ഇപ്പൊ 2 ആണ്. 2 ആണെങ്കിൽ സം ഈസ് ഇക്വൽ ടു സം പ്ലസ് ഐ. സമ്മിന്റെ വാല്യൂ എത്രയാണ്? സമ്മിന്റെ വാല്യൂ ആണെങ്കിൽ സമ്മിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 1 പ്ലസ് 2 എത്ര മക്കളെ? 3. അങ്ങനെ
സമ്മിന്റെ വാല്യൂ കൂടി പോകും. ഇവിടെ എത്ര തൊട്ട് സംഭവം മക്കളെ, ഇവിടെ എത്ര സമ്മാണ് 1 തൊട്ട് 10 വരെയുള്ള സംഭവം മക്കളെ. അപ്പൊ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10. ഇത് കൂട്ടുമ്പോ എനിക്ക് 55 കിട്ടും കേട്ടോ. 55 കിട്ടും കൂട്ടുമ്പോ കേട്ടോ. യെസ്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രോഗ്രാമിന്റെ വർക്കിംഗ് പോകുന്നത്. സാറ് പെട്ടെന്ന് കൂട്ടി വെച്ചതേ ഉള്ളു. വർക്കിംഗ് പോകുന്നതാണ് ഇങ്ങനെ തന്നെ ആയിരിക്കും വർക്കിംഗ് പോകുന്നത് കേട്ടോ. അതായത് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനെങ്കിൽ ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ ചോദിക്കാറുണ്ട്. ഔട്ട്പുട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ വർക്കിംഗ് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് കൺട്രോൾ പോകുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന രീതിയിലായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടണം. ഐഡിയ കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ വലിയ പാടായിരിക്കേ. യെസ്. ഓക്കെ. അപ്പൊ ഔട്ട്പുട്ട് നമ്മളെ 55. ഫൈൻഡ് ദി എലമെന്റ്സ് ഓഫ് ദി എബോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. മകളെ എലമെന്റ്സ് ഓഫ് ലൂപ്പ് ഒക്കെയാണ്. എലമെന്റ്സ് ഓഫ് ലൂപ്പ് ഒക്കെയാണ് പറയൂ. എലമെന്റ്സ് ഓഫ് ലൂപ്പ് എന്ന് പറയുമ്പോൾ എലമെന്റ്സ് ഓഫ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഇനിഷ്യലൈസേഷൻ. സെക്കൻഡ് വൺ ഈസ് ടെസ്റ്റ് എക്സ്പ്രഷൻ. തേർഡ് വൺ ഈസ് body of the loop. Then updation statement. Yes. ഇവിടെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ ഇതിനകത്താണ് ഇനിഷ്യലൈസേഷൻ. ഏതാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ I is equal to 1 എന്താ മക്കളെ? ഇനിഷ്യലൈസേഷൻ ആണല്ലോ. അപ്പൊ I is equal to 1 എന്താണ്? ഇനിഷ്യലൈസേഷൻ ആണ്. I less than or greater എന്നുള്ള I less than or greater എന്ന് പറഞ്ഞാല് I less than or greater എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് സം ഇസ് ഇക്വൽ ടു സം പ്ലസ് I എന്നാണ്. സം ഇസ് ഇക്വൽ ടു സം പ്ലസ് I എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ബോഡി ഓഫ് ദി ലൂപ്പ് ആണ്. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന് തൊട്ട് താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ബോഡി ഓഫ് ദി ലൂപ്പ് അല്ലെ. അപ്പൊ എന്താ ഇതെന്താണ്? ബോഡി ഓഫ് ദി ലൂപ്പ് ആണ്. സം ഇസ് ഇക്വൽ ടു സം പ്ലസ് I. നെക്സ്റ്റ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് I പ്ലസ് പ്ലസ് നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. I പ്ലസ് പ്ലസ്. ഓക്കെ. യെസ്. അപ്പൊ ഇതാണ് എലമെന്റ്സ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാല്. ഓക്കെ. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറയാണ് റീറൈറ്റ് ദി എബോ കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. റീറൈറ്റ് ദി എബോ കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ കോഡ് ഏതാണ്ട് ഇത് വെച്ച് റീറൈറ്റ് ചെയ്ത് ഫോർ ലൂപ്പിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുക. ഫോർ ലൂപ്പിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുക. നമുക്ക് നോക്കിയത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം മക്കളെ. ഇതിന്റെ ഇനിഷ്യലൈസേഷൻ മക്കളെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുവാണേ. വർക്കിംഗ് ഒന്ന് വാങ്ങിക്കുവാണേ. യെസ്. ഓക്കെ. ഇവിടെ വെക്കാം. യെസ്. ഇവിടെ ഇനിഷ്യലൈസേഷൻ എന്താണ് മക്കളെ? ഫോറിന്റെ സിന്റാക്സ് എന്നാണ്. ഫോർ ഇനിഷ്യലൈസേഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇതാണ് ഫോർ ഇനിഷ്യലൈസേഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ അപ്ഡേറ്റ് ബോഡി ഓഫ് ലൂപ്പ്. ഓക്കെ. ഇതാണ് സിന്റാക്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതിനകത്ത് വൈലിന്റെ ഇനിഷ്യലൈസേഷൻ എവിടെ കിടക്കുന്നത്? ഇവിടെ I is equal to 1 ഇവിടെ അല്ലേ കിടക്കുന്നത്. അപ്പൊ അത് അവിടെ തന്നെ കൊടുക്കുക. ഇനിഷ്യലൈസേഷന്റെ ഫോം ഇവിടെ മക്കളെ ഇവിടെ അല്ലേ ഇവിടെ. അപ്പൊ ഫോർ I is equal to 1 then I less than or greater എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് ഇവിടെ. അപ്പൊ I less than or greater ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് നമ്മൾ I പ്ലസ് പ്ലസ് ആണ് അല്ലെ. അപ്ഡേറ്റ്സ് I പ്ലസ് പ്ലസ് ആണ്. ദെൻ ബോഡി ഓഫ് ദി ലൂപ്പ് ബ്രാക്കറ്റ് ഇവിടെ വരുമ്പോഴല്ല. ബോഡി ഓഫ് ദി ലൂപ്പ് നമ്മളെ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് I. അപ്പൊ അതാത് ലൊക്കേഷൻസിൽ അത് ഇടുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല്. ഓക്കെ. അല്ല വേറെ ഉദ്ദേശങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതാത് ലൊക്കേഷൻ, അതായത് നമുക്ക് എന്താണ് ഇപ്പൊ ബോഡി ഓഫ് ദി ലൂപ്പ് എവിടെ കിടക്കുന്നു, അപ്ഡേഷൻ എവിടെ കിടക്കുന്നു, ആ ഒരു ലൊക്കേഷൻ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിന്റാക്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. സിന്റാക്സ് ആണെങ്കിൽ വലിയ പാടായിരിക്കും. ഓക്കെ. യെസ്. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകണം. നമ്മൾ കുറെ കാര്യങ്ങൾ കഴിയുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? യെസ്, കുറെ കാര്യങ്ങൾ കഴിയുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. യെസ് 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 ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ക്ലാസിഫൈ ദ ഡിഫറെന്റ് ടോക്കൺസ് ഇൻ ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്തുള്ള എന്താണ് പറയാ, ഇതിനകത്തുള്ള ടോക്കൺസുകൾ തന്നെ ഐഡന്റിഫൈ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഏജ് ഇക്വൽ ടു 20 18 ഇതിനകത്തുള്ള ഇതിനകത്തുള്ള ടോക്കൺസുകൾ ടോക്കൺസ് എത്ര ടൈപ്സ് ഉണ്ട്? 5 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ലാസ്റ്റ് വേർഡ്സ്, ഓപ്പറേറ്റേഴ്സ്. അതിൽ ഫസ്റ്റ് നോക്കാം ഏജ്. ഏജ് എന്താ മക്കളെ? ഏജ് ഒരു പ്രീ ഡിഫൈൻഡ് വേർഡ് ഒന്നും ഇല്ലല്ലോ, അഥവാ കീവേഡ് അല്ലല്ലോ. അപ്പൊ എന്താണ്? ഐഡന്റിഫയർ. അപ്പൊ ഐഡന്റിഫയർ നമ്മളെ ഐഡന്റിഫയർ നമ്മളെ ഏജ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഒരു ഓപ്പറേറ്റർ എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് മക്കൾ. എന്ത് ഓപ്പറേറ്റർ എന്ന് കൊടുത്താൽ ഓപ്പറേറ്റർ എന്ന് കൊടുത്താൽ എന്താണ്? ഒരു ഈക്വലിറ്റി വരുന്നത്. ദെൻ 18 മക്കളെ 18 ആണെങ്കിൽ 18 എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ലിറ്റർ അഥവാ ലിറ്റർ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണോ? വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ് 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 ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അറേയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇന്റെ P(5) = 40, 30, 2, 3, 10. CO2 P(0) + P(1) ഹോൾ ഡിവൈഡ് ബൈ P(2). നോക്കാം, P(4) - P(2) × P(3). നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ. നമുക്ക് നോക്കാം, 40 ആകുമ്പോൾ ഇൻഡെക്സ് വാല്യൂ 0, 1, 2, 3, 4 ഇൻഡെക്സ് വാല്യൂസ് എല്ലാം നമ്മൾ കൊടുത്തു. ഓക്കെ, അറയുടെ പേര് P എന്നാണ്. അപ്പോൾ ഇവിടെ P(0) ആണ്. P(0) അറയുടെ പേര് P എന്നാണ്. P(0) 0th ഇൻഡെക്സ് വാല്യൂ കിടക്കുന്ന വാല്യൂ നമ്മൾ 40 ആണ്. 40 പ്ലസ് P(1) കിടക്കുന്ന 30 ആണ്. അപ്പൊ 40 + 30 ഹോൾ ഡിവൈഡ് ബൈ P(2)ന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 40 + 30 നമുക്ക് 70 ഡിവൈഡ് ബൈ 2 എത്ര? 35 വരും. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം, P(4)ന്റെ വാല്യൂ P(4)ന്റെ വാല്യൂ 10 ആണ്. 10 മൈനസ് P(2)ന്റെ വാല്യൂ 2 ആണ്. 10 - 2 ഇൻറ്റു P(3)യുടെ വാല്യൂ 3 ആണ്. അപ്പൊ 10 - 2 എത്ര മക്കളെ? 8 ആണ്. 8 × 3 24 വരും. ഓക്കെ ഓക്കെ അല്ലേ? യെസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസോട്ട് ഞാൻ വരുന്നുണ്ട്. സോ ഇതൊരു പാർട്ട് 1 വീഡിയോ ആയിട്ട് കാണാം. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് സാറ് കണ്ടന്റ് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. സോ എല്ലാവരും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗയ്സ്, ബൈ.